നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ആശ്രിത ധനസഹായ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തൊഴിലാളി അപകടത്തിൽ മരണപ്പെട്ടാൽ നിയമപ്രകാരം തൊഴിൽ ഉടമ നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെ ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. രക്ഷാ കവചം എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ഒരു പദ്ധതി 25 ലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. തൊഴിൽ വകുപ്പിന്റെ വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് വേണ്ടിയാണ് ഈ ഒരു രക്ഷാ കവചം നടപ്പാക്കുന്നത്. തൊഴിലിടത്ത് വെച്ചോ പുറത്തു വെച്ചോ അപകടമുണ്ടായാലും സഹായം ലഭ്യമാകും. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഏജൻസിയായ ചിയാക് വിഭാവനം ചെയ്ത പദ്ധതി തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും 150 രൂപ വീതം പിടിക്കും. 2025-26 ബജറ്റിൽ ഈ ഒരു പദ്ധതിക്കായി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 AM മുതൽ 3 PM വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ സംയുക്ത കിസാൻ മോർച്ച പ്രക്ഷോഭത്തിലേക്ക്. ഫെബ്രുവരി 12 പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നാണ് ആവശ്യം. കരാർ രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. പഴച്ചാറുകളുടെയും സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ നികുതി രഹിത ഇറക്കുമതി വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകളും പുതിയ തൊഴിലുറപ്പ് നിയമങ്ങളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 12 രാജ്യവ്യാപകമായി CITയും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ലോക വ്യാപാരത്തിന്റെ 25% ശക്തിപ്പെടുത്തുമെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങളും ഈ ഒരു കരാറിന്റെ പരിധിയിൽ വരുമെന്നത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ഇന്ത്യയിലെ ജ്വല്ലറി മുതൽ സ്പോർട്സ് സാമഗ്രികളുടെ നിർമ്മാതാക്കൾക്ക് വരെ കരാർ നേട്ടമുണ്ടാക്കുമെന്ന് പീയൂഷ് ഗോയൽ വിവരിച്ചു. യൂറോപ്യൻ വിപണിയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 97% ഉൽപ്പന്നങ്ങൾക്കും താരിഫ് കുറയുന്നതിനോ ഒഴിവാക്കുന്നതിനോ കരാറിലൂടെ കഴിയും. ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ ഒരു കരാർ എന്ന് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.